ആർബൻ ഗ്ലോബൽ CEO മിസ്റ്റർ അബ്ദുൽ ഗഫൂറിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ചാവക്കാട് താലൂക്കിൽ ചാവക്കാട് ബ്ലോക്കിലാണ് പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. പുന്നയൂർക്കുളം വില്ലേജിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിന് 18.71 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. 19 വാർഡുകളുള്ള ഈ പഞ്ചായത്തിന്റെ അതിരുകൾ വടക്ക് ഭാഗത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് പഞ്ചായത്തും, കിഴക്ക് ഭാഗത്ത് കാട്ടകമ്പാൽ വടക്കേക്കാട് പഞ്ചായത്തുകളും, തെക്ക് ഭാഗത്ത് പുന്നയൂർ വടക്കേക്കാട് പഞ്ചായത്തുകളും, പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലുമാണ്. മഹോദയപുരം തലസ്ഥാനമാക്കി വാണ കുലശേഖര പരമ്പരയിലെ അവസാനത്തെ പെരുമാൾ പൂർവിക സ്വത്തായിരുന്ന കിരീടവും പണ്ടങ്ങളും തൻ്റെ മരുമകനായ പെരുമ്പടപ്പ് സ്വരൂപത്തിലെ ഒരംഗത്തിന് സമ്മാനിച്ചു. അവസാനത്തെ കുലശേഖര പെരുമാളിന്റെ സഹോദരിയെ പെരുമ്പടപ്പിലെ ഒരു നമ്പൂതിരിയായിരുന്നു അത്ര വിവാഹം ചെയ്തിരുന്നത്. അങ്ങനെ ക്ഷത്രിയ നമ്പൂതിരി മാതാപിതാക്കൾക്ക് ജനിച്ച പുത്രൻ പെരുമ്പടപ്പ് സ്വരൂപം സ്ഥാപിച്ചുവെന്നാണ് ഐതിഹ്യം. സ്വരൂപത്തിന്റെ ആസ്ഥാനമായ വന്നേരിയിൽ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു പുന്നയൂർക്കുളം. പെരുമ്പടപ്പ് രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന വന്നേരി സാമൂതിരിയുടെ ആക്രമണം ഭയന്ന് പെരുമ്പടപ്പ് രാജാക്കന്മാർ വന്നേരി ഉപേക്ഷിച്ചു തിരുവഞ്ചിക്കുളത്തേക്കും അതിനുശേഷം കൊച്ചിയിലേക്കും ആസ്ഥാനം മാറ്റിയതോടെ പെരുമ്പടപ്പ് രാജാവ് കൊച്ചി രാജാവായും പെരുമ്പടപ്പ് രാജൻ കൊച്ചി രാജനുമായും മാറി. ഒരു കാലത്ത് വന്നേരി തലപ്പിള്ളി രാജവംശത്തിന്റെ അധീനതയിലായിരുന്നതായി രേഖകളിൽ കാണുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന അഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അലയൊലികൾ പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലും ചെറിയ അനുരണനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പുന്നയൂർക്കുളം ഗ്രാമത്തിൽ വാഹന ഗതാഗതവും റോഡും എത്തുന്നത്. റോഡ് ഗതാഗതം എത്തുന്നതിന് മുമ്പ് വരെ കനോലി കനാൽ വഴിയായിരുന്നു ജനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നത്. കോഴിക്കോട് ചാവക്കാട് ഭാഗത്തേക്ക് കനോലി കനാൽ മാർഗം ഗതാഗതമുണ്ടായിരുന്നു. കുന്നംകുളം തൃശൂർ ഭാഗത്തേക്ക് പോകുന്നവർ കാട്ടകമ്പാൽ വരെ വഞ്ചിയിൽ യാത്ര ചെയ്ത് അവിടെ നിന്ന് ബസ്സിൽ തുടർയാത്ര ചെയ്തിരുന്നു. 1953 ഇന്ന് കാണുന്ന റോഡിന്റെ ആദ്യ രൂപം ഉണ്ടാകുന്നത്. 1960 ഒരു സായാഹ്നത്തിൽ കോറോട്ടിയിൽ പള്ളിയിലെ വൈദ്യുതി ബൾബ് പ്രകാശിതമായതോടെയാണ് പുന്നയൂർക്കുളം പഞ്ചായത്തിലേക്ക് ആദ്യമായി വൈദ്യുതി എത്തുന്നത്. സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഈറ്റില്ലമാണ് പുന്നയൂർക്കുളം ഗ്രാമം. മലയാള സാഹിത്യത്തിന്റെ തറവാടാണ് പുന്നയൂർക്കുളത്തെ നാലപ്പാട് എന്ന് പറയാം. പുന്നയൂർക്കുളത്തിന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന് സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിരവധി സംഭാവനകൾ നൽകിയ നാലപ്പാട്ട് നാരായണ മേനോൻ, ശ്രീമതി ബാലാമണി അമ്മ, ശ്രീമതി കമല സുരയ്യ എന്നിവർ ഈ ഗ്രാമത്തിന്റെ പ്രശസ്തി ലോകം മുഴുവൻ എത്തിച്ചവരാണ്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന വിശ്വവിഖ്യാതമായ നോവൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. മലയാളത്തിന്റെ അമ്മയായ ബാലാമണിയമ്മ എന്ന കവയത്രിയെ രാഷ്ട്രം പത്മഭൂഷൺ നൽകി ആദരിച്ചു.
മകളാകട്ടെ മാധവിക്കുട്ടി, കമലാദാസ് എന്നീ പേരുകളിൽ കഥയും കവിതകളും എഴുതി ലോക പ്രശസ്തയായി. പുന്നയൂർക്കുളത്തിൻ്റെയും മലയാളത്തിൻ്റെയും ഖ്യാതി ലോകമെങ്ങും എത്തിച്ചു. കവിതകളുടെയും മാപ്പിളപ്പാട്ടുകളിലൂടെയും പ്രശസ്തനായിരുന്നു പുന്നയൂർക്കുളം വി ബാപ്പു. ജ്ഞാനപീഠം ലഭിച്ച MT വാസുദേവൻ നായർക്ക് പുന്നയൂർക്കുളം മണ്ണുമായി അഭേദ്യമായ ബന്ധമുണ്ട്. പുന്നയൂർക്കുളത്തിന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന മറ്റ് പല പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തിത്വങ്ങളിൽ ചിലരാണ് KG കരുണാകരമേനോൻ, CP രാമപണിക്കർ, അറക്കൽ കുഞ്ഞഹമ്മദ്, MV ഹൈദ്രോസ് ഹാജി എന്നിവർ. പുന്നയൂർക്കുളം വെൽഫെയർ കമ്മിറ്റി 1996 പുന്നയൂർക്കുളത്തുകാരായ ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിച്ച പുന്നയൂർക്കുളം വെൽഫെയർ കമ്മിറ്റി അഥവാ PWC ഇന്ന് 130-ൽ പരം മെമ്പർമാരുള്ള ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുന്നു. കാലാകാലങ്ങളിലെ കമ്മിറ്റി ഭാരവാഹികളുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും അതിനുതകുന്ന തരത്തിലുള്ള മെമ്പർമാരുടെ സഹായവും തന്നെയാണ് ഈ കമ്മിറ്റിക്ക് ഇത്രയും നല്ല നിലയിൽ എത്താൻ കഴിഞ്ഞതിൻ്റെ കാരണമെന്ന് ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വെൽഫെയർ കമ്മിറ്റി ഇവിടെ നടത്തുന്ന സേവനങ്ങളിൽ ചിലതായ 10,000 റിയാൽ വരെ ലോൺ കൊടുക്കുന്ന പലിശരഹിത ഫണ്ട്, 5,000 റിയാലിൻ്റെ കുറി, 2,500 റിയാലിൻ്റെ അടിയന്തര സഹായ പദ്ധതി, പെൻഷൻ പദ്ധതി, കുടുംബസുരക്ഷാ പദ്ധതി എന്നിവയൊക്കെ മെമ്പർമാർക്ക് വളരെയേറെ ഉപകാരപ്രദമായ കാര്യങ്ങളെന്ന് പറയാം. കൂടാതെ നാട്ടിൽ നടത്തുന്ന റേഷൻ പദ്ധതി, വിധവാ പെൻഷൻ, സ്കൂൾ കിറ്റ് വിതരണം, ആടുംകൂടും വിതരണം എന്നിവയെല്ലാം നടത്താൻ കഴിയുന്നത് ഇവിടുത്തെ മെമ്പർമാരിൽ നിന്നും ലഭിക്കുന്ന അകമഴിഞ്ഞ സഹകരണം ഒന്നുകൊണ്ട് തന്നെയാണ്. ഇന്നിപ്പോൾ നാട്ടിൽ സൊസൈറ്റി ആക്ട് പ്രകാരം പുന്നയൂർക്കുളം വെൽഫെയർ കമ്മിറ്റി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് പുന്നയൂർക്കുളം വെൽഫെയർ കമ്മിറ്റിക്ക് വേണ്ടി ഈ വെബ്സൈറ്റ് നിർമ്മാണത്തിന് മുൻകൈയെടുത്ത നമ്മുടെ മാസ്റ്റർ ജഹാദ് ഷഫീഖ് എന്ന വിദ്യാർത്ഥിക്ക് നൽകുന്ന ഉപഹാരമാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സൈനുദ്ദീൻ കുന്നേരി സാഹിബിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭംഗിയായ രൂപകൽപ്പനയ്ക്കും അദ്ദേഹത്തിന് അതിനുവേണ്ടി ചെലവഴിച്ച എല്ലാ സംരംഭങ്ങൾക്കും കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി അദ്ദേഹം നാട്ടിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപ്പ ആണ് ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു. ഇക്ബാൽ സാഹിബ് വന്ന് ഇത് ഏറ്റെടുക്കാവുന്നതാണ്. ഇക്ബാൽ സാഹിബിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇത് ഏറ്റുവാങ്ങും. പുന്നയൂർക്കുളം വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തകർക്ക് വേണ്ടി നാം ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യുന്നു. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ അടുത്ത് നടക്കാൻ പോകുന്നത്. ദയ ഹോസ്പിറ്റലിൽ തൃശ്ശൂരുമായി സഹകരിച്ച് പുന്നയൂർക്കുളം വെൽഫെയർ കമ്മിറ്റി നടപ്പാക്കി വരുന്ന ചികിത്സാ പദ്ധതിയുടെ ഭാഗമായി പുന്നയൂർക്കുളം വെൽഫെയർ കമ്മിറ്റി മെമ്പർമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു ഹെൽത്ത് കാർഡ് പദ്ധതി രൂപീകരിച്ചിരുന്നു. ഈ ഹെൽത്ത് കാർഡിന് വേണ്ടിയുള്ള ഫോമുകൾ നിങ്ങൾക്ക് PWC വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഹെൽത്ത് കാർഡിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഹമ്മദ് സാഹിബ് ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങാൻ വേണ്ടി ഗഫൂറുണ്ട്. ഇതിൽ മെമ്പർമാരായിട്ടുള്ള എല്ലാ വ്യക്തികളും 10 റിയാലും അവരുടെ ഫോട്ടോയും സഹിതം നമ്മുടെ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ ഈ കാർഡ് ലഭിക്കുന്നതാണ്. ഈ കാർഡ് ലഭിക്കുന്നതോടുകൂടി ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കും ദയ ഹോസ്പിറ്റലിൽ അവരുടെ ചികിത്സയ്ക്ക് വേണ്ട ഡിസ്കൗണ്ട് അവിടെ ലഭിക്കുന്നതാണ്. ഇത് നമ്മുടെ കലാപരിപാടികളാണ് നടക്കാൻ പോകുന്നത്. വിധവ പെൻഷനുള്ള സ്പോൺസർഷിപ്പിന് വേണ്ടി നിങ്ങൾക്ക് തന്ന ആ കാർഡുകൾ
തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ കമ്മിറ്റി പ്രതിനിധികൾ വരും. അപ്പോൾ അവരുടെ കയ്യിൽ അത് കൊടുക്കേണ്ടതാണ്.
അടുത്തത് ഒരു കോൽക്കളിയാണ്. അൽക്കോറിൽ നിന്നുള്ള സർഗസംഗമം ടീം അവതരിപ്പിക്കുന്ന കോൽക്കളിയാണ്. പഠിച്ചു വരുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു പറ്റം യുവാക്കളാണ്. ഒരു കാലഘട്ടത്തിൽ മലബാറിലെ മാപ്പിള തറവാടുകളിലെ മംഗല്യവേദികളെ ധന്യമാക്കിയിരുന്ന തനത് മാപ്പിളക്കല സാംസ്കാരിക അധിനിവേശങ്ങൾക്കിടയിൽ വിസ്മൃതമാകുന്ന ഒരു ജനതയുടെ സാംസ്കാരിക തനിമയുടെ പുനരാവിഷ്കാരം. പ്രവാസിയുടെ അതിജീവനത്തിന്റെ തിക്കിനും തിരക്കിനുമിടയിൽ ഒരു പറ്റം യുവാക്കളുടെ നിശ്ചയദാർഢ്യത്തിന്റെയും സമർപ്പണത്തിന്റെയും ഉത്തമോദാഹരണം സർഗസംഗമം അൽഖോർ ഈ ധന്യ സദസ്സിന് മുന്നിൽ സമർപ്പിക്കുന്നു. കോൽക്കളി. പിഴവുകൾ സദയം ക്ഷമിക്കുന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ തുടങ്ങുന്നു. ത്യാഗം സഹിച്ചുള്ള മഹാത്മാവേ